എടേ അടുത്ത ഇൻഡസ്ട്രിയൽ ഹിറ്റ്, മലയാളത്തിലെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതാണ് ഇൻഡസ്ട്രിയൽ ഹിറ്റ്, ഇതാവോ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിടിലം പടമാണ്. കിടിലം പടം എന്ന് വെച്ചാൽ മലയാളത്തിൽ ഇതുവരെ ഇറങ്ങി ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ച പടങ്ങളിൽ 2018 അതുപോലെയൊക്കെ ഉള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു തീം കൊണ്ടുവന്ന ഒരു സിനിമയാണ് ബ്രഹ്മയുഗം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം ഇത് 1, 2, 3 പ്രാവശ്യം ആൾക്കാർ തിയേറ്ററിൽ പോയി കാണുന്നവരുണ്ട്. പക്ഷേ അതിനുള്ള സാഹചര്യം ഇല്ലാത്തവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും അവർ ഉറപ്പായിട്ടും ഈ സിനിമ, ഇതേപോലത്തെ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ഇത് കണ്ടവരോട് ചോദിക്കണം, അത് നിങ്ങൾ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന്. ഒരുമാതിരിയുള്ള ഒരു തലക്കിത്തിരിക്കുന്ന വിളവുള്ളവന്മാർ ഒരിക്കലും ഇത് കൊള്ളില്ലെന്ന് പറയൂല. കാരണം അത്രയ്ക്കും ഈ സിനിമയിലെ ഏറ്റവും പ്രത്യേകത ഞാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ മമ്മൂട്ടിയുടെ പ്രസൻസ്, മമ്മൂട്ടിയുള്ള ഓരോ സീനും, മമ്മൂട്ടി വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും. അയ്യോ മമ്മൂട്ടി കണ്ടു, മമ്മൂട്ടിയുടെ ഒരു സീൻ കണ്ട് നമ്മൾ കൊതിക്കും ഈ സിനിമ കണ്ടിട്ട്. നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും മമ്മൂട്ടി ഈ സിനിമയിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം ഈ ലെവലിലെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പടം മമ്മൂട്ടി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും ലെവലിലോട്ട് എത്തിയത്. അല്ലെങ്കിൽ ഈ സിനിമ, ഇതേപോലത്തെ സിനിമയൊന്നും ഒരിക്കലും ഈ സിനിമ മമ്മൂട്ടി കൈകൊടുത്തുകൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒരു നടനും, ഇന്ത്യയിലൊരു നടനും ഇതുപോലെ മമ്മൂട്ടിയുടെ റോൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഇവിടെ അടിവരായിട്ട് പറയാം. ഒരു നടനും ചെയ്യാൻ സാധിക്കില്ല. മലയാളത്തിലെ മോഹൻലാലിന് പോലും ഇതുപോലുള്ളൊരു റോൾ ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്ന മോഹൻലാൽ ഫാൻസ് പോലും പറയില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത്രയ്ക്ക് ഒരു പെർഫെക്ഷൻ എന്ന് വെച്ചാൽ ആ സിനിമ അത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിൽ മമ്മൂട്ടിയുടെ ഓരോ ഭാവങ്ങളും ഇങ്ങനെ പൊഴിലിങ്ങനെ ചവച്ചിട്ട് സംസാരിക്കുന്ന ഡയലോഗുകളൊക്കെ കേൾക്കണം. അപ്പം നമ്മൾ മമ്മൂട്ടി ഇതിൽ മാസ് സീനുകളൊന്നുമില്ല, പക്ഷെ അത് നമുക്ക് കാണുമ്പോൾ മാസ് സീന് പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം മമ്മൂട്ടിയുടെ ഓരോ ഡയലോഗുകൾ നമുക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. മമ്മൂട്ടിയുടെ ആ ഒരു അഭിനയ എന്ത് പറയണ്ട, അഭിനിവേശം, അങ്ങനെ എന്ത് പറഞ്ഞാലും മതിയാവാത്ത രീതിയിലാണ് മമ്മൂട്ടിയുടെ ഈ സിനിമയിലെ പ്രകടനം. മമ്മൂട്ടി ഈ സിനിമയിൽ ഇനിയിപ്പോൾ നമുക്ക് ഈ വർഷം നോക്കുമ്പോഴത്തേക്കും മമ്മൂട്ടിക്കല്ലാതെ വേറെ ആർക്കും നാഷണൽ അവാർഡ് കൊടുക്കാൻ പറ്റൂലെന്ന് വെച്ചാൽ ഈ സിനിമ നോമിനേഷനിലുണ്ടെങ്കിൽ, ഇതിന് കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഇതിന് മുകളിൽ വരുന്ന ഒരു പെർഫോമൻസ് ഒരു 10 വർഷത്തിന് ഇപ്പുറത്ത് ഇന്ത്യൻ സിനിമയിൽ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് ഞാൻ പറയണ മാത്രം നോക്കേണ്ട, ബാക്കിയുള്ള എല്ലാ റിവ്യൂസും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിയാലും മനസ്സിലാകും നിങ്ങൾക്ക്. ഇപ്പം തന്നെ നമുക്കിപ്പോൾ 4 ദിവസം കൊണ്ട് ഏകദേശം 26-27 കോടി രൂപ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ട് നമുക്ക് പറയാം, 100% അടിവരയിട്ട് ഉറപ്പിച്ച് പറയാം, ഈ സിനിമ ഒരു 100 കോടി എന്തായാലും ഉറപ്പായിട്ട് അടിക്കും. പിന്നെ അങ്ങോട്ടുള്ളത് തള്ളൽ പോലെ ഇരിക്കും. കാരണം ഈ മലയാള സിനിമയ്ക്ക് മൊത്തം 100-200 കോടി രൂപ എന്നൊക്കെ പറയുന്നത് വെറും തള്ളലാണ്. 200 കോടി ഒരിക്കലും അടിക്കുന്നത് മലയാള സിനിമയിലുള്ള ആൾക്കാർ തന്നെ വന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ എന്തായാലും നമുക്ക് ഉറപ്പിച്ച് പറയാം, ഈ സിനിമ ഇതുവരെയുള്ള മലയാള സിനിമ 2018 പോലെയുള്ള അത്രയ്ക്ക് വലിയ വിജയമാവുന്നുണ്ട്. പക്ഷേ എന്തായാലും ബാക്കിയുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ സിനിമ ഒരു വലിയ ഹിറ്റാവാനുള്ള സാധ്യത ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കും ഞാൻ പറഞ്ഞത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പം ഇതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതിൻ്റെ 2ാം ഭാഗം അത് ഉറപ്പായിട്ട് അനൗൺസ് ചെയ്യുന്നത് എനിക്ക് ഒരു 150% ഉറപ്പാണ്. കാരണം ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ സിനിമ 2ാം ഭാഗം ഉറപ്പായിട്ട് അനൗൺസ് ചെയ്യും. അതിന് ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ ഒരാഴ്ചയ്ക്കകത്ത് ഈ സിനിമ 2ാം ഭാഗം അനൗൺസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പിന്നെ പറഞ്ഞു